Good morning, Miss. Good morning. Good morning, Miss. Good morning. Good morning, ma'am. Good morning. Good morning, Shikuti. ഓക്കെ 78 പേരായിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ Okay. ഇന്നാരാണ് പ്രയർ ശരിയായിക്കണേ? ഓക്കെ, ഗുഡ് മോർണിംഗ് അക്ഷയ. ഗുഡ് മോർണിംഗ്. ഇന്നാരാ റെഡി ആയിക്കണേ പ്രയർ? Good morning, ma'am. ഗുഡ് മോർണിംഗ്. പ്രയറിൽ ഇന്നാരാ റെഡി ആയിക്കണേ? പ്രയർ ആരില്ലേ? ഹർഷയാണ് മാം. ഹർഷ. ഓക്കെ ഓക്കെ, ഹർഷ ചെറി. ഓക്കെ, Hello, ma'am. ഓക്കെ ഓക്കെ Hello. ഓക്കെ. Oh my God, I love you. I thank you. Let me bless my parents and our country. Help me to study well and make me a good child. ഓക്കെ, തോട്ട് ഓഫ് ദ ഡേ ആരാ? മാം ഞാനാണ് അർച്ചന. ജൂലിയ. ഫസ്റ്റ് തന്നെ ഈ പറയുന്ന ആരാന്ന് വെച്ചാൽ അവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാട്ടോ. ഫസ്റ്റ് തന്നെ ആദ്യം ഒരു ഗുഡ് മോർണിംഗ്, എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് പറയാം. എന്നിട്ട് ഒരു ഫസ്റ്റ് സെൽഫ് ഇൻട്രൊഡ്യൂസ് എല്ലാം വേണ്ട, നമ്മുടെ പേര് മാത്രം ഒന്ന് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറയാം. ജോളി. ഗുഡ് മോർണിംഗ് മാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. പറയട്ടെ മാം. Today we are going to one quote says APJ Abdul Kalam. If you want to shine like a sun, first burn like a sun. Once more. Okay, ma'am. Today we are going to one quote says APJ Abdul Kalam. If you want to shine like a sun, first burn like a sun. ഓക്കെ, താങ്ക് യു താങ്ക് യു. എല്ലാവരും 93 പേരുണ്ട്. ഓക്കെ ഓക്കെ, ഇനി ഈ പറഞ്ഞവരല്ലാതെ ഇനി നമ്മൾ പറഞ്ഞവര് റിപ്പീറ്റ് ഇല്ല. എല്ലാവർക്കും നമുക്കിപ്പം പറയണമല്ലോ, നമുക്ക് എല്ലാവർക്കും പ്രയറും വേണം, എല്ലാവർക്കും തോട്ട് ഓഫ് ദ ഡേ പറയാൻ വേണം.
അപ്പൊ എല്ലാവരും ഒരേ ദിവസം നമ്മളുടെ ക്ലാസ് ഏതാന്ന് വെച്ചാൽ പറഞ്ഞവര് പറഞ്ഞ ആരുമില്ലെങ്കിൽ മാത്രം പറഞ്ഞവർ കിട്ടാ. ഇനി അടുത്തത് പുതിയ ഒരാളായിരിക്കണം പറയേണ്ടത്. ഓക്കെ മാം അങ്ങനെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ആരും ഒരുമിച്ച് റിപ്പീറ്റ് ആയിട്ട് ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ? ഇല്ല പോവാണ്. എന്താ കറക്റ്റ് ആയിട്ട് പോവാണ്. ഇതൊരു റിപ്പീറ്റ് വന്നിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നില്ലേ നമ്മള് ഫസ്റ്റ് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഹാപ്പി ആയിട്ട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. Good morning all. 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 ഓക്കെ ഓക്കെ ഓക്കെ. Good morning. Good morning. എല്ലാവരും ചായയൊക്കെ കുടിച്ചാ? Yes, ma'am. എന്താണ്? കഴിഞ്ഞു മാം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ഇതില് നമ്മൾ മറിയ മോണ്ടിസോറി പറഞ്ഞപ്പോ ഒരുപാട് പേർക്ക് കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു ഇല്ലേ? പാരഗ്രാഫ് പറഞ്ഞപ്പോ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. വായിച്ചിട്ട് ക്ലിയർ ആയ ഡൗട്ടൊക്കെ? ക്ലിയർ ആയി മാം. ഓക്കെ. ആ പാരഗ്രാഫില് പറയോ? ഓക്കെ. ലാസ്റ്റ് പാരഗ്രാഫില് ചുരുക്കി പറഞ്ഞാല് നമ്മള് സെക്കൻഡ് പ്ലേസ് പാരന്റ്സും മദറും സെക്കൻഡ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മള് കുട്ടികളെ എങ്ങനെയാണ് സൗണ്ട് എക്കോ പോലെ. ഓക്കെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കാം. ഞാൻ മ്യൂട്ട് ചെയ്യണ്ട. മ്യൂട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ? ഇല്ല. ഓക്കെ. ലാസ്റ്റ് പാരാഗ്രാഫിൽ പറയണത് എന്താ? നമ്മൾ കുട്ടികളാവുമ്പോ തന്നെ പാരന്റ്സ് നമ്മൾ എന്താ ചെയ്യാ? ടീച്ചർ ആയാലും പാരന്റ്സ് ആയാലും എന്ത് ചെയ്യും? കുട്ടികളെ ഇങ്ങനെ പുൾ ചെയ്യും. നീ ഫസ്റ്റ് ആവണം, സെക്കൻഡ് ആവണം, അങ്ങനെ ക്ലാസ്സിലെല്ലാം നമ്മൾ പുൾ ചെയ്തുകൊണ്ടിരിക്കും. കുട്ടികളുടെ ഇങ്ങനെ ഭയങ്കര അവര് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ കുട്ടികളായിരിക്കുമ്പോ തന്നെ അവരുടെ ബുദ്ധി വികസിച്ചു തുടങ്ങുമ്പോ തന്നെ നമ്മൾ അവരോട് പറഞ്ഞ് നമ്മൾ ചെറുതിലെ കുട്ടികളോട് ചോദിക്കും നിങ്ങൾക്ക് ആരാവണം. അപ്പൊ കുറെ കുട്ടികൾ പറയും അവർക്കൊന്നും അറിയില്ല, അവർക്ക് ഡോക്ടർ എന്താ എഞ്ചിനീയർ എന്താ ഒന്നും അവർക്കറിയില്ല. പക്ഷെ അവരെന്ത് ചെയ്യും? നമ്മൾ പറയണ കേട്ടിട്ട് നമ്മളിങ്ങനെ പറയും ഞാൻ ചെറുത് ഡോക്ടർ ആക്കും എഞ്ചിനീയർ ആക്കും എന്ന് പറഞ്ഞ കേട്ടിട്ട് ആ കുട്ടികൾ എന്ത് ചെയ്യും? പറയും എനിക്ക് ഡോക്ടർ ആവണം. അവർക്ക് എന്താ ഡോക്ടർ എന്നറിയില്ല. അവര് കണ്ടെത്തുന്നത് എങ്ങനെ? നമ്മൾ വല്ല ഹോസ്പിറ്റലിൽ അവർക്ക് വല്ല ചെല്ലുമ്പോ ആ ഡോക്ടർ എങ്ങനെ ഡോക്ടർ ആവണമെന്ന് ഒന്നും അവർക്കറിയില്ല. എന്നാലും അവർ എന്ത് പറയും? എനിക്ക് ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണമെന്ന് കുട്ടികളായിരിക്കുമ്പോ തന്നെ പറയും. അവരങ്ങനെ പറഞ്ഞ് നമ്മുടെ മനസ്സിൽ അത് ഉറച്ച്. ചില കുട്ടികൾ എന്ത് ചെയ്യും? ഇങ്ങനെ പുൾ ചെയ്ത് പിള്ളേർ അങ്ങനെ ആയി വരുമ്പോ അവർക്ക് സ്വന്തമായിട്ട് അവരുടേതായ കഴിവുകൾ ഉണ്ടാവും. ഇപ്പൊ കുറെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഇരുന്ന് വരക്കും, ഭയങ്കര ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കുന്ന സമയത്ത് ഇരുന്ന് പടം വരയ്ക്കണമെന്ന് ചോദിച്ചിട്ട് നമ്മൾ കുട്ടികളെ ചീത്ത പറയും. പക്ഷെ അവർക്ക് ടാലന്റ് അതിലായിരിക്കും. അവരെ കഴിവ് കൂടുതൽ ഏതിലായിരിക്കും? ഈ പടം വരയ്ക്കുന്നതിലും ഒക്കെ ആയിരിക്കും ടാലന്റ്. പക്ഷെ നമ്മൾ ആരും അതിൽ മൈൻഡ് ചെയ്യില്ല അല്ലേ? അപ്പൊ കുട്ടികളെ മൈൻഡ് ചെയ്യാണ്ടാവും. അവരുടെ കഴിവിനെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിയിലേക്ക് അവരെന്ത് ചെയ്യും? അവരെ ആ ഒരു കറക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ മനസ്സിൽ നമ്മൾ കുത്തി വെച്ചേക്കാണ് എഞ്ചിനീയറിംഗ് ഡോക്ടർ. അപ്പൊ അവര് ഒരു മിനിറ്റ് ഇട്ടാ ഓക്കെ.
അപ്പൊ നമ്മള് കുട്ടികളായിരിക്കുമ്പോ തന്നെ കുട്ടികൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അപ്പൊ അവരുടെ മനസ്സിലാക്കാൻ കിടക്കുന്നത് അവരുടെ അവര് പടം വരച്ചു തുടങ്ങുമ്പോഴത്തേന് നമ്മൾ അവരെ ചെറുതിലെ തന്നെ അവരുടെ ആ ഒരു പടം മാറ്റി വെക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരൊക്കെ വലിച്ചെറിയും. പഠിക്കി എന്നൊക്കെ പറയും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, അവരുടെ ആക്ച്വലി അവരുടെ ടാലന്റ് അവിടെ താഴ്ന്നു പോവുകയാണ്. പിന്നെ ഇവര് സ്കൂളിൽ ചെന്ന് പടം വരക്കിലൊക്കെ ചെല്ലുമ്പോൾ അവർ നല്ല രീതിയിൽ പടം വരക്കുമ്പോ ടീച്ചർമാർ കണ്ടുപിടിക്കും. ടീച്ചർ പറയും ഈ കുട്ടിക്ക് ഇത് ചെയ്യാനുള്ള നല്ല കഴിവുണ്ട്, അപ്പൊ കുട്ടീനെ നിങ്ങള് നല്ലൊരു പടം വരയ്ക്കാനായിട്ട് ആക്കണം, അവർക്ക് നല്ല കഴിവുണ്ടെന്ന് ടീച്ചർമാർ കണ്ടുപിടിക്കും. ടീച്ചർമാർ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ചില പാരന്റ്സ് എന്ത് ചെയ്യും, അതിനെ പ്രോത്സാഹിപ്പിക്കും. ചില പാരന്റ്സ് അത് മൈൻഡ് ചെയ്യില്ല. അപ്പോഴും അവർക്ക് കഴിവ് ഏതിലായിരിക്കും, ചിലപ്പോ ഇങ്ങനത്തെ ഉള്ളവരെ ടാലന്റിലായിരിക്കും. ചിലവര് മുത്ത് വെച്ചിട്ട് കുറെ ആർട്ട് വർക്ക് ചെയ്യാനും ചിരട്ടകൾ വെച്ച് അങ്ങനെയൊക്കെ ഒരുപാട് ആർട്ട് വർക്ക് പല കുട്ടികൾക്കും പല കഴിവുണ്ട്. നമ്മൾ അതൊന്നും മനസ്സിലാക്കില്ല. അപ്പൊ അതാ ലാസ്റ്റ് പാരാഗ്രാഫിൽ പറഞ്ഞത് അഡൽറ്റ് മസ്റ്റ് റിയലൈസ് ദാറ്റ് ഹി മസ്റ്റ് ടേക്ക് സെക്കൻഡ് പ്ലേസ് ആൻഡ് മദർ ആൻഡ് ടീച്ചർ എന്ന് പറഞ്ഞത് എന്താ, എല്ലാ പാരന്റ്സിന്റെ ആഗ്രഹം ഒന്നല്ലെങ്കിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ്, അവർ ആ ക്ലാസ്സിൽ അത് നേടണം എന്നാണ് അവർ ആഗ്രഹിക്കുക. ഇഫ് ദ ചൈൽഡ് പേഴ്സണാലിറ്റി ഈസ് ടു ബി ഡെവലപ്പ് എന്ന് വെച്ചാൽ എന്താ, കുട്ടികളുടെ ആ ഒരു വ്യക്തിത്വം പേഴ്സണാലിറ്റി അവര് സഹായിക്കാം, അവരെ വളരാനായിട്ട് നമ്മൾ സഹായിക്കണം. അവർക്ക് ചൈൽഡ് വീക്ക് ആയാലും അഡൽറ്റ് വിത്ത് ഹിസ് സ്ട്രോങ്ങർ പേഴ്സണാലിറ്റി മസ്റ്റ് ഹോൾഡ് ഹിംസെൽഫ്. ഈ കുട്ടികളാവുമ്പോ തന്നെ അവരെങ്ങനെയായിരിക്കും, അവരെങ്ങനെ അഡൽറ്റ് ആവണത്, ഇവര് നമ്മളിങ്ങനെ ഒരു പ്രായം കഴിഞ്ഞ് ഈ കുട്ടികളെ നമ്മള് പഠിക്കുന്ന പറഞ്ഞ് അവരെ കഴിവിനൊക്കെ മുരടിച്ച് കഴിയുമ്പോ അവർ ഒരുവിധം പഠിച്ച് ടോപ്പിലെത്തി അഡൽറ്റായി കഴിയുമ്പോ പിന്നെ അവർക്ക് പിന്നെന്തായിരിക്കും, അവർക്ക് ജോലി ചെയ്യണം, ഫാമിലി ആയി, പിന്നെ അവർക്ക് കുടുംബം നോക്കണം, അങ്ങനത്തെ ഉള്ളൊരു ചിന്തയായി. പിന്നെ അവരുടെ കഴിവ് അവിടെ മുരടിച്ചു പോയി. പിന്നെ അവര് കുടുംബത്തിന് വേണ്ടിയിട്ട് അഡൽറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടിയല്ല. കുട്ടി വളർന്ന് കുട്ടീനെ ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ കുട്ടീനെ പരിസ്ഥിതിയുമായിട്ട് എൻവയോൺമെന്റ് ആയിട്ട് എഴുതി ചേർന്ന് കുട്ടി വളരണം. കുട്ടി വളർന്ന് വന്ന് ഒരു 18 വയസ്സാവണ ഒരാളെയാണ് നമ്മൾ അഡൽറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായ? കുട്ടി എന്ന് പറയുന്നത് 3.5 വയസ്സിന് താഴെ ഉള്ളതിനെയാണ് കുട്ടി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ കുട്ടിയിൽ നിന്ന് അഡൽറ്റിലോട്ട് എന്ന് പറയാനായിട്ട് ആ കുട്ടി വളരുമ്പോ തന്നെ കുട്ടിയുടെ ഡെവലപ്മെന്റ് 3.5 വയസ്സ് തുടങ്ങി ആ കുട്ടീനെ നമ്മുടെ ആക്ടിവിറ്റീസും എല്ലാവരും ഇങ്ങനെ കുട്ടിയുടെ മേത്തൊന്നും അടിച്ചേൽപ്പിക്കരുത്. കുട്ടി സ്വയം ഇഷ്ടത്തിന് പഠിക്കണം, സ്വന്തം ഇഷ്ടത്തിന്. അത് നമ്മുടെ ഒബ്സർവേഷൻ നെക്സ്റ്റ് ക്ലാസ് ഇതിൽ നമുക്ക് ഒബ്സർവേഷൻ വരുന്നുണ്ട്, അതിൽ പറയാനുണ്ട്. ഞാനിപ്പോ ഈ ലാസ്റ്റ് പാരഗ്രാഫിൽ ഒരാളോട് ചോദിച്ചേർന്ന് കുട്ടിയും അഡൽറ്റും ഒന്നാൾക്ക് ചോദിച്ചല്ല, രണ്ടും രണ്ടാണ്. കുട്ടി വളർന്നു വന്നു ഒരു 18 വയസ്സായി, അവന്റെ വളർച്ച കഴിഞ്ഞു. പിന്നെ അവൻ എന്താ 18 വയസ്സായി കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ വേറെ ചിന്തകളാ, എനിക്ക് പടം വരക്കാൻ പോകണം, അങ്ങനെയുള്ള ചിന്തകളില്ല. ഡെവലപ്മെന്റ് അവിടെ കഴിഞ്ഞു. പിന്നെ അവൻ ഡെവലപ്പ് ചെയ്യണത് എന്തായിരിക്കും, 18 വയസ്സായി ഒരു കുട്ടി ഡെവലപ്പ് ചെയ്യണത് എന്താ, ഫ്യൂച്ചർ, വീട് ലൈഫ് ഫ്യൂച്ചറിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുക. അവരെങ്ങനെയാ അവർക്ക് പിന്നെ ഫാമിലി സെറ്റ് ആക്കണം, ഒരു ജോലി വേണം, പിന്നെ ഫാമിലിയെ വേണം. പിന്നെ അവരൊരു ഫാമിലി ആയി കഴിഞ്ഞാൽ അവരൊരു മാരീഡ് ഒക്കെ ആയി ആ ഒരു ലൈഫിലോട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുട്ടികളായി. പിന്നെ അവിടെ നിന്ന് പിന്നെ അവരങ്ങോട്ട് വളരണില്ല, പിന്നെ അവര് ഫാമിലിക്ക് വേണ്ടി ജീവിക്കുകയാണ്. ഓക്കെ, അഡൽറ്റ് ആവുന്നോടത്തോളം വരെ ഒരു കുട്ടിക്ക് ശരിക്കും ആക്ടിവിറ്റീസ് ലെവലെല്ലാം കറക്റ്റ് ചിന്തിച്ച് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ സ്ഥാനത്ത് 3.5 വയസ്സുള്ള ഒരു കുട്ടീനെ നമ്മൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് അതിന്റെ ആക്ടിവിറ്റീസിൽ അതിന്റെ പ്രോസസ്സിൽ അതിന്റെ ആ ഒരു ഇതിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ആ കുട്ടി 18 വയസ്സായാലും അതിന്റെ ആക്ടിവിറ്റീസിലൊക്കെ കുറച്ചും കൂടി ഡെവലപ്പ് ആയിട്ടുണ്ടാവും. അതാണ് അഡൽറ്റും കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മളെന്താ കുട്ടീനെ വളർച്ച ഇപ്പൊ പെട്ടെന്നാണ് ഓരോ വർഷം കഴിഞ്ഞു പോണത്, നമ്മളറിയില്ല. ഓരോ വർഷം കഴിഞ്ഞു പോകുമ്പോ ഒരു കുട്ടിക്ക് ഓരോ വയസ്സ് കൂടി വരെ അല്ലെ. ഇപ്പൊ ഒരു കുട്ടി നമ്മള് 3.5 വയസ്സിലെത്തിയ ഒരു കുട്ടി, ആ 3.5 വയസ്സുള്ള ഒരു കുട്ടീനെ നമ്മൾ എന്ത് ചെയ്ത് അവരുടെ കൂടെ നടന്ന് നടക്കാൻ പഠിച്ച് അവര് നടന്ന് അംഗൻവാടി പോയി അവിടുന്ന് പെയിന്റ് അംഗൻവാടി പോകാൻ മിക്ക കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. എന്താ, അവിടെ കൂടുതലും ആക്ടിവിറ്റീസാ. ആ സ്ഥാനത്ത് സ്കൂളിൽ പോണ സമയമാകുമ്പോ കുട്ടികൾക്ക് കുറച്ച് മടിയായിരിക്കും. എന്താ, അവിടെ ഒരുപാട് പഠിക്കാറുണ്ട്. അവിടെ ചെന്നാലും ടീച്ചർമാര് പഠിക്കി. വീട്ടിൽ വന്നാലോ പഠിക്കി. ഇവർക്ക് ഒരു ആക്ടിവിറ്റീസ് ചെയ്യാനായി ഇവർക്ക് കളിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. അങ്ങനെ കുട്ടിയുടെ ഓരോ വർഷം കഴിഞ്ഞു പോകും. 8th ഹൈസ്കൂൾ ആവുമ്പോൾ അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. അപ്പോഴും അവരുടെ ഉള്ളിൽ എന്തുണ്ട്,
അവരെ ടാലന്റ് ഒളിഞ്ഞിടക്കുന്നുണ്ട്. നമ്മൾ അവരെ ടാലന്റിനെ മൈൻഡ് ചെയ്യുന്നില്ല. ചില സ്കൂളിലെ ടീച്ചർമാർ അത് കണ്ടുപിടിച്ച് പാരന്റ്സിനോട് പറയും, ഈ കുട്ടിക്ക് ഇതിനുള്ള കഴിവുണ്ട്, നിങ്ങൾ അത് ശ്രദ്ധിക്കണം എന്ന് പറയും. ചില ഒന്നും പഠിക്കാത്ത കുട്ടികളായിരിക്കും ചില സ്പോർട്സിനായാലും പെട്ടെന്ന് കയറി പോണത്. അപ്പൊ നമ്മളെന്താ, അവൻ ഓട്ടത്തിന് പോണു, പരീക്ഷ സമയമാണ് അവന് എന്ന് പറഞ്ഞ് നമ്മളവനെ അവന്റെ മുരടി താഴ്ത്തി നിർത്തും വീട്ടില്, അല്ലെ? നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറ്. പക്ഷെ അവനെ പഠിച്ചില്ലെങ്കിലും പോട്ടെ, അവൻ സ്പോർട്സിന് പോട്ടെ എന്ന് പറഞ്ഞാൽ സ്പോർട്സിലായിരിക്കും അവന് ടാലന്റ് ഉള്ളത്. അതാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്, ഈ പാരന്റ്സിന്റെ കാര്യം പറഞ്ഞത്. അഡൽറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവൻ സ്വയം ചിന്തിക്കണില്ല. പിന്നെ അവൻ ചിന്തിക്കുന്നത് എന്താ, 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവൻ ചിന്തിക്കുന്നത് അവന്റെ കരിയർ എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണം, അവന്റെ ഫാമിലി സെറ്റ് ആക്കണം എന്ന് അവൻ ചിന്തിക്കുള്ളൂ. പിന്നെ അവന് 20-22 വയസ്സായി, അവൻ കല്യാണം കഴിച്ചു, ഫാമിലി ആയി, ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവൻ എന്താ ചിന്തിക്കുക, എന്റെ ഫാമിലി നോക്കണം, എന്റെ വൈഫ് നോക്കണം, ഞങ്ങൾക്ക് പക്ഷെ അവർക്കുള്ള ഒരു ലൈഫ്. പിന്നെ അവൻ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവൻ ഓടണത്, അല്ലെ? പക്ഷെ കുട്ടിയായിരിക്കുമ്പോ തന്നെ ഇതിന് ഓരോന്നിനും ട്രെയിനിങ് കൊടുത്ത 18 വയസ്സായിരിക്കുമ്പോ തന്നെ ആ കുട്ടി, അതാണ് മോണ്ടിസോറി മെത്തേഡിൽ മറിയാം മോണ്ടിസോറി പറയണത്. അത് നമുക്ക് ഒബ്സർവേഷനില് മറിയാം മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻസ് വരുന്നുണ്ട് 5 പോയിന്റ്സ്. അതിൽ ഓരോന്ന് പറയുന്നുണ്ട്. അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പൊ ഈ ലാസ്റ്റ് പാരാഗ്രാഫിൽ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും നിങ്ങൾക്ക് ഇതിൽ പറയാനില്ല. അതില് നമ്മൾ അവരുടെ കരിയറിനെ കുറിച്ച്, അതാണ് ഇവിടെ പറഞ്ഞത്. അഡൽറ്റ് മസ്റ്റ് റിയലൈസ് സെക്കൻഡ് പ്ലേസ് വെഞ്ചർ എയിംസ് എന്ന് വെച്ചാൽ അതിവിടെ കറക്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞപ്പോ എന്നോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത്. നമ്മൾ ആ കുട്ടീനെ ഡെവലപ്പ് ചെയ്യണം. അഡൽറ്റ് വിത്ത് സ്ട്രോങ്ങർ പേഴ്സണാലിറ്റി മസ്റ്റ് ഹോൾഡ് ഹിംസെൽഫ്. നമ്മള് കുട്ടീനെ വളർന്ന് അവനൊരു അഡൽറ്റ് ആയി കഴിഞ്ഞാൽ അവൻ സ്ട്രോങ്ങർ, അവൻ നല്ലൊരു പേഴ്സണാലിറ്റി ആയി, അവന് സ്വന്തമായിട്ട് ചിന്തിക്കാൻ പറ്റും. അത് മോണ്ടിസോറി മെത്തേഡ് പ്രകാരം. അല്ലാതെ ഈ മോണ്ടിസോറി വന്നതിന് മുമ്പുള്ള ഒരു അഡൽറ്റും മോണ്ടിസോറി മെത്തേഡ് പഠിച്ച ഒരു അഡൽറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവരാരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. മോണ്ടിസോറി മെത്തേഡ് പഠിച്ച ഒരു അഡൽറ്റ് ആയ ഒരു 18 വയസ്സായ ഒരു കുട്ടി സ്വന്തം കാര്യം ചെയ്യാനറിയാം. അതുപോലെയല്ല അഡൽറ്റ് മോണ്ടിസോറി പഠിക്കാത്ത ഒരു കുട്ടി, ആ ഒരു മെത്തേഡ് പഠിക്കാത്ത ഒരു കുട്ടി എന്തായിരിക്കും, അഡൽറ്റ് ആയി കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും. അത് 25 വയസ്സായാലും കൂടെ ഉള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും, 30 വയസ്സായാലും ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അവർക്ക് ഫാമിലി സപ്പോർട്ട്, അങ്ങനെയുള്ള ഓരോ കാര്യത്തിന് പോകും. പക്ഷെ മോണ്ടിസോറി പഠിച്ച ഒരു കുട്ടി എന്താ, ഒരു 10 വയസ്സൊക്കെ ആവുമ്പോഴത്തേനും ആ കുട്ടി ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വന്തം കാര്യം, സ്വന്തം കഴിവ് ടീച്ചർ ആയാലും പേരൻസ് ആയാലും കണ്ടുപിടിച്ച് കൊടുക്കണ്ട, അവൻ അതില് കണ്ടുപിടിക്കാൻ അറിയാം. അതാണ് മോണ്ടിസോറി മെത്തേഡ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒബ്സർവേഷൻ പറയുമ്പോ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പൊ ഇതില് നിങ്ങളോട് ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ പറയുകയാണ് മറിയാം മോണ്ടിസോറിനെ കുറിച്ച്, മോണ്ടിസോറി ഒബ്സർവേഷനെ കുറിച്ച് ഒരു 2 പേജ് എഴുതാൻ പറഞ്ഞാൽ ഇത് തന്നെ നിങ്ങൾ എഴുതരുത്. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്, മറിയാം മോണ്ടിസോറിയുടെ ആദ്യം മറിയാം മോണ്ടിസോറി ആരാണ് ഫസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. മറിയാം മോണ്ടിസോറി ആരാണ്, ഒരു എഡ്യൂക്കേഷണൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റാലിയൻ എഴുത്തുകാരിയാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങള് ഒരു പാരാഗ്രാഫ് എഴുതാം. നെക്സ്റ്റ് ഒബ്സർവേഷൻ ആണ് എഴുതേണ്ടത്. മറിയാം മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ എങ്ങനെയാണ്, മറിയാം മോണ്ടിസോറി വിദ്യാഭ്യാസത്തെ എങ്ങനെയാണ് കണ്ടത്, പിന്നീട് സമൂഹത്തിലോട്ട് ഈ മോണ്ടിസോറി മെത്തേഡ് എന്തുകൊണ്ട് കൊണ്ടുവന്നുള്ളത് അത് നിങ്ങളുടേതായ രീതിയിൽ എഴുതണം. അല്ലാതെ ഇതങ്ങനെ തന്നെ പകർത്തി എഴുതലല്ല. നമ്മൾ മോണ്ടിസോറി ഇതെന്താണെന്നാണ്, മോണ്ടിസോറി മെത്തേഡ് എന്താണെന്നാണ് മറിയാം മോണ്ടിസോറി നമ്മളെ കാണിച്ചു തരുന്നത്. ആ മോണ്ടിസോറി മെത്തേഡ് രീതിയിൽ നമ്മൾക്ക് മനസ്സിലായതാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഒബ്സർവേഷൻ പറയുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒബ്സർവേഷൻ പറയട്ടെ. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പറയട്ടെ ഒബ്സർവേഷൻ. ഓക്കെ, അപ്പൊ ഇതിലെ ഒരു മെയിൻ കാര്യം അഡൽറ്റും ഒരു ചൈൽഡും തമ്മിൽ വ്യത്യാസമുണ്ട്. ചൈൽഡ് എന്ന് പറയുന്നത് 3-3.5 വയസ്സാണ്. അഡൽറ്റ് എന്ന് പറയുന്നത് ഒരു പ്രായപൂർത്തിയായി ഒരു യുവാവായി പഠിച്ച് ആ ഒരു സ്റ്റേജ് 18 വയസ്സുള്ളതിനാണ് നമ്മൾ അഡൽറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ഒരു കൺഫ്യൂഷൻ ആർക്കും ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒബ്സർവേഷൻ നോക്കാം. 5 ഒബ്സർവേഷൻ ഉണ്ട്. നിങ്ങൾ ഇതിലേക്ക് ടെൻഷൻ അടിക്കാൻ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് കാണാണ്ട് പഠിക്കാൻ ഒന്നുമില്ല. ഇതിൽ കാണാണ്ട് നിങ്ങൾ പഠിക്കുക വേണ്ട. നിങ്ങൾ എക്സാമിന് ഞാൻ പറയുന്ന അസൈൻമെന്റ് നിങ്ങളുടേതായ രീതിയിൽ അത് നിങ്ങൾ നോക്കി കണ്ടുപിടിച്ചോ.
നിങ്ങൾ എവിടത്തുനിന്ന് വേണമെങ്കിലും റഫർ ചെയ്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളൊരു 2 പേജ് ആ A4 ബുക്കിൽ A4ന്റെ ഇതില്ലേ ബുക്ക് അസൈൻമെന്റ് ബുക്ക് A4ന്റെ എല്ലാവർക്കും ഇല്ലേ A4ന്റെ അസൈൻമെന്റ് ബുക്ക് അതിലിപ്പോ എഴുതണ്ട. നമ്മുടെ ഒബ്സർവേഷന്റെ ടോപ്പിക്കും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് റൂമിൽ ഇടും ക്വസ്റ്റ്യൻസ് അസൈൻമെന്റ് ഇങ്ങനെ എഴുതണം എന്ന് പറഞ്ഞിട്ട് അന്ന് ഇട്ടാ മതി. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞെന്നുള്ളൂ മുൻകൂട്ടി. ഓക്കെ, അത് നിങ്ങൾ നോക്കി എഴുതിക്കോ. പക്ഷെ നോക്കി ഇതുപോലെ തന്നെ അച്ചടിച്ച പോലെയല്ല, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് റഫർ ചെയ്ത് എഴുതാം. ഇതിൽ നിന്നായാലും പുറത്തുനിന്നായാലും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് മോണ്ടിസോറി മറിയ മോണ്ടിസോറിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങൾ കിട്ടും. മറിയ മോണ്ടിസോറിയുടെ ടീച്ചിങ് പ്രൊഫഷണൽ, മറിയ മോണ്ടിസോറി കുട്ടികളെ എങ്ങനെ പഠിപ്പിച്ചു, നമ്മൾ പറഞ്ഞു ഒരേ ഇമോഷൻസ് കാര്യങ്ങള് മറിയ മോണ്ടിസോറി അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മലയാളത്തിൽ കിട്ടും, ഇംഗ്ലീഷിലും കിട്ടും. നിങ്ങൾ അത് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്താണോ മോണ്ടിസോറിനെ കുറിച്ച് മനസ്സിലായത് അതാണ് അസൈൻമെന്റിൽ എഴുതുന്നത്. ഓക്കെ, നമ്മൾ ഇതിന് ബൈ ഹാർട്ടേ ഇല്ല. മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ ടീച്ചറായാലും കുട്ടികളായിരിക്കും ബൈ ഹാർട്ട് പഠിപ്പിക്കലില്ല. കണക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ അബാക്കസ് മോഡല് കുട്ടികളെ കല്ല് വെച്ചുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. കടലാസ് ബോക്സ് വെച്ചിട്ട് പിന്നെ നമ്മൾ നമ്പർ കാണിച്ചിട്ടാണ് ഓരോ നമ്പർ പഠിപ്പിക്കുന്നത്. അല്ലാതെ അവരോട് എഴുതുമ്പോ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതണം. ഓക്കെ, മലയാളത്തിലല്ല, എഴുതുമ്പോ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതണം. അസൈൻമെന്റ് ആയാലും എന്ത് ഹോംവർക്ക് ആയാലും നമ്മൾ അത് ഇംഗ്ലീഷിൽ വേണം എഴുതാനായിട്ട്. നിങ്ങൾ അത് ഇവിടെ നോക്കി നിങ്ങൾക്ക് കറക്റ്റ് മാർക്ക് തരും. അല്ലാണ്ട് അതിൽ ഗ്രാമർ വേണം അങ്ങനെ ഒന്നും നമുക്കില്ല. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്, നമ്മളിപ്പോ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ കറക്റ്റ് ഗ്രാമർ നോക്കിയാൽ ഇംഗ്ലീഷ് സംസാരിക്കണേ അല്ല. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ നമുക്ക് എന്താ കറക്റ്റ് മനസ്സിലാവും. അല്ലാണ്ട് ഈസ് വാസ് അങ്ങനെ ആ കറക്റ്റ് ഇത് വേണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായത് നമ്മൾ അത് മാത്രമാണ് നമ്മൾ മോണ്ടിസോറിയില് നമ്മൾ നോക്കുന്നത്. തെറ്റിക്കോട്ടെ, തെറ്റിയാലും കുഴപ്പമില്ല. മാം ചോദിച്ചില്ലേ മറിയ മോണ്ടിസോറിനെ കുറിച്ച് എഴുതാനോ അതിന്റെ ഒബ്സർവേഷനും അല്ലേ പറഞ്ഞത്? ആ, ഒബ്സർവേഷനും ഇപ്പൊ വേണ്ട. ഞാനത് നമ്മുടെ അത് കേട്ടില്ല, അതാണ് ചോദിച്ചത്. ഓക്കെ. അത് തന്നെയാണ് മറിയ മോണ്ടിസോറിനെ കുറിച്ചും അതിന്റെ ഒബ്സർവേഷനെ കുറിച്ചും ഇപ്പൊ വേണ്ട. നമുക്ക് ഇനി മറിയ മോണ്ടിസോറിനെ കുറിച്ചൊരു ബേസ് എന്താണ്, അതിന്റെ മറിയ മോണ്ടിസോറി ആരാണ്, എവിടെ ജനിച്ചത്, പിന്നെ മറിയ മോണ്ടിസോറിയുടെ മെത്തേഡ് എന്താണെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ലേ നിങ്ങൾക്ക്? കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ഒബ്സർവേഷൻ പഠിക്കും. ഒബ്സർവേഷനും കൂടി കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. അത് ഇനിയുണ്ട്, കുറച്ചുകൂടി സമയമുണ്ട്. നമുക്ക് തിരക്കൊന്നുമില്ല. നമ്മളിപ്പോ പതുക്കെ ഇത് കഴിഞ്ഞ് സാവധാനം എഴുതിയാൽ മതി. ആ അസൈൻമെന്റ് എഴുതിയാൽ നിങ്ങൾക്ക് അതിന് മാർക്ക് ഉണ്ട്. അതാണ് നിങ്ങളുടെ ഈ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളതും. നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് അറിയലുള്ളൂ. ഓക്കെ, ആയിക്കോട്ടെ. ഏതിലാ എഴുതണ്ടേന്ന് വെച്ചാൽ നമ്മുടെ അസൈൻമെന്റിന്റെ A4ന്റെ അസൈൻമെന്റ് ബുക്ക് ഉണ്ട്. എല്ലാത്തിനും ഒന്നല്ലേ മാം? അല്ലെങ്കിൽ ഓരോന്നിനും ഓരോന്ന് വേണോ? വേണ്ടല്ലോ. വേണ്ട. എല്ലാത്തിനും ഒരുമിച്ച് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ അത് എഴുതാ സബ്മിറ്റ് ചെയ്യാം. അത്രയും മതി. ആ അസൈൻമെന്റ് ബുക്ക് ഒരെണ്ണല്ലേ ഉള്ളൂ. A4ന്റെ അസൈൻമെന്റ് ബുക്ക് ഒരെണ്ണല്ലേ ഉള്ളൂ എല്ലാ ടീച്ചർമാർക്കും കൂടി. ഹെഡിങ് പറയാൻ മോണ്ടിസോറി കറക്റ്റ് ഹെഡിങ് എന്താ ചോദ്യം എന്നുള്ളത് തരും. നിങ്ങളുടെ ക്ലാസ് റൂമിൽ ചോദ്യം തരും. ആ ചോദ്യം കറക്റ്റ് എഴുതി ഹെഡിങ് മുകളിൽ എഴുതിയിട്ട് എഴുതി തുടങ്ങാൻ മതി. അപ്പൊ എനിക്കറിയാം, ഞാൻ എടുത്തത് എനിക്കറിയാല, നോക്കിക്കോളാം. ഓക്കെ, നമുക്ക് ഒബ്സർവേഷൻസ് നോക്കാം. ഒബ്സർവേഷൻസ് ഒരാളൊന്ന് വായിച്ചേ. ആര് വായിക്കൂ? വായിച്ചോട്ടെ. ഓക്കെ, സബ്മിറ്റ് ചെയ്യാൻ പറയൂട്ട. ആരബി അല്ലേ? അരബി അനിൽ പറയൂ എങ്ങനെ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഒരാൾ വായിക്കുക. ആരാ വായിക്കണേ? ഷെറിനാണോ വായിക്കുന്നത്? Okay. The adult procreates while the child creates. The child uses the environment to perfect himself while the adult uses himself to perfect the environment. The adult is no longer developing. He has reached the top of the species. But the child interacts with the environment and absorbs impressions for his psychic development. Okay. ഇല്ല, ഒന്നാമത് നമുക്ക് പറഞ്ഞിട്ട് നെക്സ്റ്റ് വായിക്കാം. ഓക്കെ, ഒന്നാമത് എന്താ ഒബ്സർവേഷൻ വന്നത്? അഡൽട്ട് പ്രോക്രിയേറ്റ്സ് വൈൽ ദ ചൈൽഡ് ക്രിയേറ്റ്സ് എന്ന് വെച്ചാൽ എന്താ പറയാ? അഡൽട്ട് ആദ്യം കാണിച്ചു കൊടുക്കുന്ന കാര്യമാണ്. അങ്ങനെയാണ് സ്ക്രീനിൽ കാണില്ല. ഓക്കെ,
ഇപ്പൊ കാണില്ലേ? കാണാം കാണാം. അഡൽറ്റ് പ്രോക്രിയേറ്റ്സ് വൈൽ ദ ചൈൽഡ് ക്രിയേറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ അഡൽറ്റ് മുന്നേ ഓരോന്നോരോന്ന് ക്രിയേറ്റ് ചെയ്യും അല്ലെ? കുട്ടികളെ ക്രിയേറ്റ് ചെയ്യുമ്പോ തന്നെ അഡൽറ്റ് എങ്ങനെ ഒരു കുട്ടിയായിരിക്കും. ഒരു കുട്ടി പെട്ടെന്ന് ഒരു കളർ എന്തെങ്കിലും അവർക്ക് ചെറുതിലെ സമയത്ത് എന്താ കുട്ടികള് കളറിനോടായിരിക്കും അട്രാക്ഷൻ. നല്ല കളറൊക്കെ കാണുമ്പോൾ അവർ പെട്ടെന്ന് അങ്ങനെ നോക്കി അങ്ങനെ ആയിരിക്കും. ഒരു കുട്ടി ക്രിയേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ ഐഡിയ ഒക്കെ വന്നു വരുന്നതിനും ആ സമയത്ത് അതിനു മുമ്പ് എന്തായിരിക്കും അഡൽറ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു അഡൽറ്റ് വന്നത് അല്ലെ? ആ അഡൽറ്റ് ആവണേന് മുമ്പും ഒരു ചൈൽഡ് ആയിരുന്നു. അഡൽറ്റ് ആരായിരുന്നു മുന്നേ? ഒരു ചൈൽഡ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു കുട്ടിയും ഒരു അഡൽറ്റും നിങ്ങൾ അതൊന്ന് നോക്കാം. ഒരു അഡൽറ്റ് ഇവിടെ, ഒരു അഡൽറ്റ് ഒരു ചൈൽഡ് ഇപ്പുറത്തും, രണ്ടും നിങ്ങൾ കമ്പയർ ചെയ്യാം. അപ്പൊ ഈ ചൈൽഡാണ് ഇപ്പൊ നമ്മൾ ചൈൽഡിനെ ഫോക്കസ് ചെയ്യണമെങ്കിൽ ചൈൽഡ് ഇപ്പൊ ഓരോ ഐഡിയകളും ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പൊ അഡൽറ്റ് ഇപ്പുറത്തുണ്ട്. അഡൽറ്റ് ഈ ചൈൽഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ പ്രോക്രിയേഷൻ വെച്ചാൽ എന്താ? മുന്നേ ഒരു നേരത്തെ തന്നെ അവരതിന്റെ ഐഡിയകളൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു അല്ലെ? എന്നിട്ട് എന്താ? The child uses the environment to perfect himself while the adult uses himself to perfect the environment. എന്താ പറഞ്ഞേ? എന്താ? കുട്ടി സ്വയം പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചൈൽഡ് നമ്മൾ രണ്ടുപേരും കമ്പയർ ചെയ്യാണ്. ഇപ്പുറത്തെ അഡൽറ്റ് ഉണ്ട്, ഇപ്പുറത്തെ ചൈൽഡ് ഉണ്ട്. ചൈൽഡ് ഇപ്പോഴേ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ചൈൽഡ് എന്താ ചെയ്യണേ? ചൈൽഡ് തുടങ്ങണുള്ളൂ ക്രിയേറ്റ് ചെയ്യാൻ. പക്ഷെ അഡൽറ്റ് മുന്നേ ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുക അല്ലെ? ഇവൻ ചെറുതായിരുന്നപ്പോ തുടങ്ങി ക്രിയേറ്റ് ചെയ്ത് അഡൽറ്റായി. കുട്ടി അങ്ങനെയല്ല, കുട്ടി തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ചൈൽഡ് യൂസസ് ചൈൽഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണത്? യൂസസ് പരിസ്ഥിതിനെ, നമ്മുടെ ചുറ്റുപാടിനെ നോക്കി അവൻ ടു പെർഫെക്റ്റ് എന്ന് വെച്ചാൽ എന്താ? അവൻ കുട്ടി സ്വയം പെർഫെക്റ്റ് ആവാനായിട്ട് പരിസ്ഥിതിയാണ്. അവൻ സ്വയമാണ്, അവൻ ആരുമില്ല കുട്ടിക്ക് അല്ലെ? കുട്ടിയായിട്ടുള്ളൂ, അവൻ തുടക്കത്തിലാണ്. അവൻ ഓരോ ചുറ്റുപാടിലും ഓരോ കളറും ഓരോ ബട്ടർഫ്ലൈനൊക്കെ കണ്ട് അവനെ ഇങ്ങനെ പറക്കണേ അങ്ങനെയാണെന്നൊക്കെ നോക്കി അവൻ സ്വയം തുടങ്ങണുള്ളൂ പെർഫെക്റ്റ് ആവാനായിട്ട്. പക്ഷെ വൈൽഡ് അഡൽറ്റ് യൂസസ് ഹിംസെൽഫ് ടു പെർഫെക്റ്റ് ദ എൻവയോൺമെന്റ്. അഡൽറ്റ് എങ്ങനെ? അഡൽറ്റ് പരിസ്ഥിതിനൊക്കെ കണ്ട് മനസ്സിലാക്കി അവൻ പെർഫെക്റ്റ് ആയി. അവൻ മുന്നേ ക്രിയേറ്റ് ഒക്കെ ചെയ്ത് അവൻ നിൽക്കണ്ട്. അവൻ അഡൽറ്റ് ആയി. ദ അഡൽറ്റ് ഈസ് നോ ലോങ്ങർ ഡെവലപ്പിംഗ്. അപ്പൊ എന്താ? അഡൽറ്റ് അങ്ങനെ മുന്നേ പരിസ്ഥിതിനൊക്കെ കണ്ട് സ്വയം വികസിച്ച് വലിയ ഡെവലപ്പ് ഒക്കെ ചെയ്ത് നിൽക്കാം. പക്ഷെ അഡൽറ്റ് ഈസ് നോ ലോങ്ങർ ഡെവലപ്പിംഗ്. പിന്നെ അഡൽറ്റിന് അവിടെ നിന്ന് അങ്ങോട്ട് ഡെവലപ്പ് ഇല്ല. അവൻ അഡൽറ്റ് ആയി അവിടെ നിന്നു. പിന്നെ അവന് ഐഡിയകളില്ല. അവന്റെ വളർച്ച അവൻ സാധാരണ മോണ്ടിസോറി മെത്തേഡിലല്ല. ഒരു കുട്ടി മോണ്ടിസോറി മെത്തേഡിൽ പഠിച്ചു വരുന്നു. ഒരു അഡൽറ്റ് ചെറുതിലേ പഠിച്ചു വന്നു. എന്തായി? അഡൽറ്റ്. ഒന്നുകൂടി ഞാൻ പറയാ, നിങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഒരു അഡൽറ്റും ഒരു ചൈൽഡും രണ്ടുപേരെ ഒരുമിച്ച് കമ്പയർ ചെയ്താ ഇപ്പുറത്തെ ബെഞ്ചിൽ അഡൽറ്റ് ഇരിപ്പുണ്ട്, ഇപ്പുറത്തെ ബെഞ്ചിൽ ഒരു കുട്ടി ഇരിപ്പുണ്ട്. ഓക്കെ, ഈ കുട്ടി എന്ന് പറയുന്നത് മോണ്ടിസോറി മെത്തേഡ് പ്രകാരം പഠിച്ചു തുടങ്ങണാണ്. അഡൽറ്റ് അങ്ങനെയല്ല. അഡൽറ്റ് സാധാരണ ലെവലില് പഠിച്ചു വന്നു. ആരായി? ഒരു അഡൽറ്റ് ആയി ഇരിപ്പുണ്ട്. അപ്പൊ രണ്ടുപേരും ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുന്നു. അപ്പൊ ഈ ചൈൽഡ് എങ്ങനെയാണ്? ചൈൽഡ് യൂസസ് എൻവയോൺമെന്റ്. ചൈൽഡ് പരിസ്ഥിതിയിലൊക്കെ സ്വയം. ചൈൽഡ് മോണ്ടിസോറി പഠിക്കുന്നതാണ്. നമ്മൾ നോക്കാം കുട്ടി എങ്ങനെയാ പഠിക്കണേ? മോണ്ടിസോറി. ഇത് സാധാരണ ലെവലില് പഠിച്ച് അഡൽറ്റായി. ഇവൻ അഡൽറ്റായിട്ട് നിൽക്കുക. അപ്പൊ ഈ കുട്ടി എന്താ? സ്വയം പരിസ്ഥിതിനെ കണ്ട് മനസ്സിലാക്കി അവൻ ഇങ്ങനെ അവനെ തന്നെ സ്വയം എന്ത് ചെയ്യാ? അവൻ തന്നെ സ്വയം പെർഫെക്റ്റ് ആവാനായിട്ട് അവൻ പരിസ്ഥിതിനെ ഉപയോഗിക്കുന്നു. ഇവൻ സാധാരണ ലെവലിൽ നിന്നൊക്കെ വളർന്ന് പരിസ്ഥിതിനൊക്കെ കണ്ട് ഇവൻ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവൻ പെർഫെക്റ്റ് ആയിട്ട് അഡൽറ്റ് ആയിട്ട് നിൽക്കുക അല്ലെ? അപ്പൊ നമ്മൾ ഈ അഡൽറ്റിനെയും ഈ കുട്ടീനെയും ഒരുമിച്ച് കാണുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ മൈൻഡ് ചെയ്യില്ല. നമ്മൾ മൈൻഡ് ചെയ്യുന്നത് ആരായിരിക്കും? അഡൽറ്റിനായിരിക്കും. കാരണം കുറച്ചും കൂടി 10-18 വയസ്സായ ഒരു പക്വതയ്ക്ക് ഒരാളായി അല്ലെ? അപ്പൊ നമ്മൾ ഇതിന് കൊടുക്കും. കുട്ടിയാണെങ്കിലോ അവൻ കുട്ടി, അവനൊന്നും അറിയില്ല. പക്ഷേ ഇവനെന്താ? ഇവൻ ഓരോന്നും കണ്ടുപിടിക്കുക. ഇവന്റെ പരിസ്ഥിതിയിലെയും അതിന്റെ കളറും അത് പറക്കണതും അതിന്റെ ഓരോ ആക്ടിവിറ്റീസും എൻവയോൺമെന്റ് നമ്മുടെ ചുറ്റിലുള്ള ഓരോ എൻവയോൺമെന്റും ഇവൻ കണ്ടുപിടിക്കുക. പക്ഷെ ഇവൻ അഡൽറ്റ് ഈസ് നോ ലോങ്ങർ ഡെവലപ്പിംഗ്. പക്ഷെ ഇവന്റെ വളർച്ച പിന്നെ ഇവൻ ഇനി ചിന്തിക്കണില്ല. ഇവൻ അവിടെ നിന്ന് അഡൽറ്റ് ആയി അല്ല എന്റെ കഴിഞ്ഞു. അവൻ അവിടെ നിൽക്കുകയാണ് സാധാരണ ലെവലില്. ഹി ഹാസ് റീച്ച്ഡ് ദ ടോപ്പ് ഓഫ് ദ സ്പീഷ്യസ്.
അപ്പൊ ഹി ഹാസ് എന്ന് വെച്ചാൽ ആരായിരിക്കും ഇവിടെ പറയണേ? ഹി എന്ന് പറയുന്നത് ഇതിൽ ആരെ ഉദ്ദേശിക്കണേ? അഡൽറ്റ് ആണോ? അഡൽട്ട്. അഡൽറ്റ്. അപ്പൊ അഡൽറ്റിന്റെ വളർച്ച അവിടെ നിർത്തി. ഹി ഹാസ് റീച്ച്ഡ് ദ ടോപ്പ് ഓഫ് ദ സ്പീഷ്യസ്. അവന്റെ ആ ഒരു വർഗത്തിന്റെ അവൻ വളർന്നു 18 വയസ്സായി. പിന്നെ ഇനി അവൻ അവന്റേതായ ഒരു സ്പീഷ്യസിൽ പോവുകയാണ്. സ്പീഷ്യസ് എന്ന് വെച്ചാൽ എന്താ അവന്റെ പുതിയ ഒരു തലമുറയെ സൃഷ്ടിക്കാനായിട്ട് അവന്റെ ഇനി കഴിഞ്ഞു. ഇനി അവന് ഇനി ആദ്യം ഉള്ളത് എന്താ? ഇനി എവിടെയെങ്കിലും ഒരു ജോലി കിട്ടണം, പിന്നെ ഒരു കല്യാണം കഴിക്കണം, പിന്നെ ഒരു ഫാമിലി സെറ്റ് ആക്കണം, പിന്നെ അതിന് വേണ്ടി അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഇവൻ. കാരണം അവൻ ആ ഒരു മെത്തേഡിലാണ് പഠിച്ചു വന്നത്. സാധാരണ അന്തരീക്ഷത്തിൽ പഠിച്ചു, സാധാരണ കണ്ടുപിടിച്ചു, വീട്ടുകാരൊക്കെ സ്ട്രെസ് ചെയ്തു, അവരത് പഠിപ്പിച്ചു, ഒരു ടോപ്പിലെത്തി അവിടെ നിൽക്കുക. സ്പീഷ്യസ് അവന്റെ വർഗത്തിന്റെ പുതിയ തലമുറയെ നോക്കാൻ ഞാൻ നിൽക്കണം. But the child interacts with the environment and absorb impression for his psychic development. പക്ഷെ ഇവിടെ കുട്ടി ഇരിപ്പുണ്ട്. കുട്ടി എന്താ ചെയ്യണേ? കുട്ടി പരിസ്ഥിതിയുമായിട്ട് ഇടപഴകുകയും അവന്റെ സൈക്കിക് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? അവന്റെ മാനസിക വളർച്ച. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മനസ്സ് വളരണം, അല്ലെ? മാനസികമായിട്ട് വളരണം. അല്ലാണ്ട് നമ്മള് കുറെ വണ്ണവും വെച്ച് കുറെ പൊക്കവും വെച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ മാനസികമായിട്ട് സൈക്കിക് ഡെവലപ്മെന്റ്, ഈ മാനസിക വികാസത്തിനാണ് അവനവിടെ എന്ത് ചെയ്യാ? ഇംപ്രഷൻ കൊടുത്തോണ്ടിരിക്കുക. അവൻ അതിനെ ആഗിരണം ചെയ്ത് അബ്സോർബ് ചെയ്ത് അവൻ ആ പരിസ്ഥിതിനെ അബ്സോർബ് ചെയ്ത് കൊച്ചിങ്ങനെ ഇരിക്കാണ്ട് നമ്മൾ ഇതിനെ മൈൻഡ് ചെയ്യുന്നില്ല ആ കുട്ടീനെ. പക്ഷെ പിന്നീട് ഈ കുട്ടിയായിരിക്കും വളർന്ന് പിന്നീട് വല്ല ശാസ്ത്രജ്ഞന വേറെ വല്ല ഇതൊക്കെ ആയി മാറുന്നത്. കാരണം എന്താ? ഈ അഡൽറ്റിനേക്കാളും കൂടുതൽ തിങ്കിങ് പവർ, നന്നായിട്ട് പരിസ്ഥിതിനെ മനസ്സിലാക്കി അതിന്റെ ഓരോ പരിസ്ഥിതിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒരു പക്ഷി ഉണ്ടെങ്കിൽ ആ പക്ഷി പറക്കണ എങ്ങനെ, ആ പക്ഷിയുടെ കളർ എന്താ, എങ്ങനെയുള്ള ഈ പക്ഷി എങ്ങനെ ഭക്ഷണം കഴിക്കണേ, ഈ പക്ഷി കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ കൊടുക്കണേ, അപ്പൊ എല്ലാരും അവനവിടുന്ന് കിട്ടേണ്. ഇവനാരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇത് മോണ്ടിസോറി മെത്തേഡ്. ഓക്കെ, അതാണ് മറിയ മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ. മറിയ മോണ്ടിസോറി രണ്ടുപേരെ നിർത്തിയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആ ഫസ്റ്റ് ഇതില് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഒന്നാമത്തെ പോയിന്റ് അങ്ങനെ മനസ്സിലായില്ലേ? ഞാനിങ്ങനെ കമ്പയർ ചെയ്ത് പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാ. അല്ലെങ്കിൽ നിങ്ങൾ ചൈൽഡും അഡൽറ്റും ഒന്നാണോ എന്ന് വീണ്ടും നിങ്ങൾ വിചാരിക്കും. ഓക്കെ ഓക്കെ, അതാണ്. അപ്പൊ അഡൽറ്റിന്റെ ആ ഒരു വളർച്ച കഴിഞ്ഞാൽ പിന്നെ അവൻ ചിന്തിക്കുന്നത് അവന്റെ ഭാവിയെ കുറിച്ച്. പക്ഷെ ഈ ഒരു കുട്ടി ഇങ്ങനെ ഒരു മോണ്ടിസോറി മെത്തേഡ് പഠിച്ച കുട്ടി വളർന്ന് ചിന്തിക്കുന്നത് അവന് ഇനി അവന്റെ ലൈഫ് കല്യാണം കഴിക്കണം, അവൻ ലൈഫ് സെറ്റ് ആക്കണം എന്നാവില്ല. അവന് ഇനി ഒന്നും കൂടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ പക്ഷിനെ കണ്ടുപിടിക്കാൻ ആ പക്ഷികൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഓരോ ശാസ്ത്രജ്ഞന്റെ പോലെ അവന്റെ ബുദ്ധി വികസിച്ചുകൊണ്ടിരിക്കുക. അവന് നമ്മൾ പറഞ്ഞു കൊടുത്തല്ല അവൻ പരിസ്ഥിതിനെ കണ്ടാണ് പഠിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ വ്യത്യാസം. But the child interacts with the environment and absorb impression for his psychic development. അതാണ് ഇമ്പോർട്ടന്റ്. അവന്റെ സൈക്കിക് ഡെവലപ്മെന്റ്, അവന്റെ മാനസിക വളർച്ച, അതിനാണ് ഇവിടെ ഇമ്പോർട്ടന്റ് മോണ്ടിസോറി കൊടുത്തേക്കുന്നത്. അത് അണ്ടർലൈൻ ചെയ്തിട്ടോ. അതൊരു പോയിന്റ് നിങ്ങൾക്ക് സൈക്കിക് ഡെവലപ്മെന്റ് ആണ് മോണ്ടിസോറി മെത്തേഡിൽ മെയിൻ ആയിട്ട് പറയണത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് ഒരാൾ വായിച്ചേ. രണ്ടാമത് എന്താ? മേലത്തെ ഏതായിരുന്നു അടയാളപ്പെടുത്തണ്ടേ? ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കുട്ടിയുടെ സൈക്കിക് ഡെവലപ്മെന്റ് അല്ല, അത് ചൈൽഡിന്റെ ഇതണ്ട. ചൈൽഡിന്റെ സൈക്കിക് ഡെവലപ്മെന്റ് കണ്ട ലാസ്റ്റ് ലൈൻ. ഒന്നാമത്തേതില് ലാസ്റ്റ് പത്ത് തുടങ്ങിയിട്ട് തുടങ്ങൂലേ, അതില് ചൈൽഡിന്റെ ഇന്ററാക്ഷൻ എങ്ങനെയാണ്, ചൈൽഡ് എങ്ങനെയാണ് നോക്കി കാണുന്നത്? സൈക്കിക്, അവരുടെ സൈക്കിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. പോയിന്റ് നിങ്ങൾ എഴുതണമെങ്കിൽ പോയിന്റ് ഉണ്ടായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, സൈക്കിക് ഡെവലപ്മെന്റ്. അവരെ ഓക്കെ. ഇവിടത്തെ ഇഷ്യൂ ആണോന്ന് അറിയില്ല മാം, ഒന്നും കേൾക്കുന്നില്ല, അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ, ഞാൻ അത് മ്യൂട്ട് ചെയ്യാം. കുറെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഓക്കെ, ഇത് അണ്ടർലൈൻ ചെയ്യേണ്ടത് സൈക്കിക് ഡെവലപ്മെന്റ് ചെയ്താ സിനിയിരിക്കും. ഓക്കെ, സൈക്കിക് ഡെവലപ്മെന്റ് കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടാ സിനി? ഇപ്പൊ കേൾക്കണ്ട? ഓക്കെ, അപ്പൊ അത് അണ്ടർലൈൻ ചെയ്തിടാ. നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ്,
ഓക്കെ. അപ്പൊ ഒന്നാമത്തെ കഴിഞ്ഞല്ല, ഡൗട്ട് ഒന്നുമില്ലല്ല, നമ്മളൊന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു ചൈൽഡ് ഈ ഒന്നാമത്തെ പോയിന്റിൽ പറയണത് പേജ് നമ്പർ പറയുമോ? എന്റെ PDF ഉള്ള പേജ് നമ്പർ ഒരാളോട് പറഞ്ഞു കൊടുത്തേ. പേജ് നമ്പർ, ഓക്കെ, പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. എൺപത്തൊന്ന്. ഓക്കെ ഓക്കെ. 81 ചില 82 കൂടുന്നുണ്ട്. ഓക്കെ. വേഗം ഒന്നാമത്തെ പോയിന്റ് ഏറ്റവും ലാസ്റ്റ് സൈക്കിക് ഡെവലപ്മെന്റ് പറഞ്ഞു. അത് കുട്ടിയുടെ വളർച്ചയുണ്ട്, അതും കൂടി എഴുതിയേക്കാം. സൈക്കിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ചൈൽഡിന്റെ ആണ്, അഡൽറ്റ് അല്ല. ചൈൽഡ് ഇന്ററാക്ട് ചെയ്യുന്നതാണ് എൻവയോൺമെന്റ് ആയിട്ട്, അവരെ ആ ഒരു ഇതാണ് സൈക്കിക് ഡെവലപ്മെന്റ്. ഓക്കെ. ഇനി ഞാൻ പറയണെന്ന് വെച്ചാലേ, നമുക്ക് മോണ്ടിസോറിക്ക് പിന്നെ അവർക്ക് മോട്ടോർ സ്കിൽസ് ഒരുപാട് ഇങ്ങനത്തെ ഒക്കെ ഇതും കൊണ്ടാണ് നമ്മുടെ മറിയാൻ മോണ്ടിസോറി വരുന്നത്. അതില് ഇങ്ങനത്തെ ഒക്കെ പോയിന്റുകളിനൊക്കെ ഇമ്പോർട്ടന്റ് ഉണ്ട്. ഓക്കെ. രണ്ടാമത്തെ ആരാ വായിക്കുക? ഞാൻ മ്യൂട്ടോണാക്കാം, ഞാൻ വായിക്കാം. ഓക്കെ, ശാന്തി രണ്ടാമത്തെ വായിക്കും. രണ്ടാമത്തെ പോയിന്റ് വായിച്ചോ. The aim of the child work is not an external one, but of an internal one. That is for self-construction. An adult works to finish an activity, and the child works in order to grow. Through work, the develops concentration, motor development, work habit, and more importantly, his self-concept. ഓക്കെ. Okay, ma'am. എന്താ രണ്ടാമത് പറഞ്ഞേ? The aim of the child work is not an external one, but of an internal one. എന്താ പറഞ്ഞത്? ഇത് നമ്മൾ കുട്ടികളുടെ വർക്കിനെ കുറിച്ച്, നമ്മൾ അതിന്റെ ലക്ഷ്യത്തെ കുറിച്ച്, ആ കുട്ടികളുടെ വർക്കിന്റെ ഇതെന്താ? കുട്ടിയുടെ ആ വർക്ക് ചെയ്യരുത്, കുട്ടിയുടെ ആ ജോലിയുടെ ആ ഒരു ലക്ഷ്യം ബാഹ്യമായ ഒന്നല്ല, പക്ഷെ മറിച്ച് ആന്തരികമായ ഒന്നാണ്, ഇന്റേണലാണ്. നമ്മളെ അവർക്ക് തള്ളി കയറ്റി കുട്ടി ഇങ്ങനെ വർക്ക് ചെയ്യരുത്. നമ്മൾ കുട്ടീനെ പുറത്തിരുത്തി അഡൽറ്റിനെ അവരിപ്പോഴും ആ ബെഞ്ചിൽ ഇരിപ്പുണ്ട് അല്ലെ? അഡൽറ്റ് വളർന്നു വന്നു, ഇത് കുട്ടി വളർന്നു വരുന്നുള്ളൂ, പരിസ്ഥിതിനെ കണ്ടുപിടിക്കണുള്ളൂ, കണ്ടു പഠിച്ചു വരുന്നുള്ളൂ. അപ്പൊ ആ കുട്ടി എന്താ? ആ കുട്ടിയുടെ ലക്ഷ്യം എന്താ? ബാഹ്യമായ ഒന്നല്ല, എല്ലാരും ഇങ്ങനെ കണ്ട് ഇതാണ് കുട്ടിയുടെ, പക്ഷെ അല്ലാതെ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതൊന്നല്ല. ഓക്കെ, ബാഹ്യമായ ഒന്നല്ല, പക്ഷെ ആന്തരികമാണ് അവർ കുട്ടിക്ക്. പിന്നെന്താ പറഞ്ഞേ? ദാറ്റ് ഈസ് ഫോർ സെൽഫ് കൺസ്ട്രക്ഷൻ. അതാണ് കുട്ടിയുടെ സ്വയം നിർമ്മിക്കുന്നത്, സെൽഫ് കൺസ്ട്രക്ഷൻ. കൊച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്, ആരും അടിച്ചേൽപ്പിച്ച കുട്ടി നിറച്ച് കുട്ടീനെ കൊണ്ട് ഇങ്ങനെ പുള്ളയല്ല, അങ്ങനെയാവണമെന്ന് പുള്ളയിടില്ല. കൊച്ച് ഓരോന്നും കണ്ട് പഠിച്ച്, പരിസ്ഥിതിനെ കണ്ടുപഠിച്ച് കൊച്ച് സ്വയം സെൽഫ് കൺസ്ട്രക്ഷൻ നേടിയെടുക്കുകയാണ്. അവൻ സ്വയമാണ് നിർമ്മിക്കുന്നത് അല്ലേ? അതാണ് അവിടെ പറഞ്ഞത്. കുട്ടിയുടെ ലക്ഷ്യങ്ങള്, കുട്ടി നേടണത് എന്ത്? കുട്ടി അവിടെ കുട്ടി എയിം എന്താ? അവരെ ജോലി ചെയ്യാനായിട്ട്, ആ കുട്ടിക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനാ, ജോലി ചെയ്യാനൊക്കെ കുട്ടിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കിട്ടണേ? സെൽഫ് കൺസ്ട്രക്ഷൻ, ആ കുട്ടിയുടെ സ്വന്തം നിർമ്മാണത്തിൽ കൂടി കിട്ടണാണ്. പക്ഷെ അഡൽറ്റ് എന്താ? an adult works to finish an activity and the child works in order to grow. എന്താ പറഞ്ഞേ? അഡൽറ്റ്, അതായത് ഒരു അഡൽറ്റ് അതിന്റെ ആക്ടിവിറ്റി പൂർത്തിയാക്കി. ഒരു അഡൽറ്റ് ഒരു ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താ? അവരെന്തെങ്കിലും ചെയ്യണ ഒരു പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരെ എൻഡിലെത്തി. അഡൽറ്റ് കുട്ടി ചെറുതിലെ തുടങ്ങി അഡൽറ്റ് വളർന്ന് ഒരു കുട്ടി വളർന്ന് അഡൽറ്റായി. അപ്പൊ അഡൽറ്റ് ആയി കഴിഞ്ഞപ്പോ ആ അഡൽറ്റിന്റെ ഒരു ആക്ടിവിറ്റി പൂർത്തീകരിക്കാനായി. അഡൽറ്റ് വർക്ക് ടു ഫിനിഷ്, അഡൽറ്റിന്റെ വർക്ക് അവിടെ ഫിനിഷ് ആയി. ഇനി അവരവിടെ നിന്ന് എന്താ ചെയ്യണേന്ന് അവർക്ക് അറിഞ്ഞൂടാ. ആക്ടിവിറ്റി ആയി, അവന്റെ വർക്ക് ഫിനിഷ് ആയി. അവൻ ഇനി ഫാമിലി, അവന്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും? ഇനി അവന്റെ പരിസ്ഥിതിനെ നോക്കി അത് കണ്ടുപിടിക്കണം, അവൻ എങ്ങനെ പറക്കണേന്ന് അവൻ ചിന്തിക്കണില്ല. ഇനി അവന്റെ വളർച്ച എന്തായിരിക്കും? അവനൊരു ഫാമിലി സെറ്റ് ആക്കണം, ഒരു ജോലി കിട്ടണം, അങ്ങനത്തെ ഉള്ള ആ ഒരു ഇതിലോട്ട് അവൻ പോയി. പക്ഷെ ഇവിടെ കുട്ടിയുടെ വർക്ക്, കുട്ടി എന്താ ചെയ്യണേ? ഫ്യൂച്ചറിൽ പോയി കുട്ടി ചൈൽഡ് വർക്ക് ഇൻ ഓർഡർ ടു ഗ്രോ. കുട്ടി എന്താ? കുട്ടി അപ്പൊ വളരാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യേ. കുട്ടിക്ക് അഡൽറ്റ് ആവണം, പക്ഷെ വെറുതെ അഡൽറ്റ് ആയാൽ മതിയാ?
കുട്ടി വളർന്ന് കറക്റ്റ് രീതിയിൽ അഡൽറ്റ് ആവണം. അതിനു വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യണേ? ത്രൂ വർക്ക്. അവന് വേണ്ടി അവൻ ത്രൂ വർക്ക് എങ്ങനെ വർക്ക് ചെയ്യണേ? ഹി ഡെവലപ്പ് കോൺസെൻട്രേഷൻ. അണ്ടർലൈൻ ചെയ്തിടാ. നിങ്ങൾക്ക് എഴുതേണ്ട പോയിന്റ്സ് ആണ് ഞാൻ പറയണത്. അണ്ടർലൈൻ ചെയ്തിടാ. അവന്റെ വർക്ക്, കുട്ടിയുടെ വർക്ക്. നമ്മളിവിടെ അഡൽറ്റിന്റെ വർക്ക് ഒന്നും ഇമ്പോർട്ടന്റ് കൊടുക്കണില്ല. നമ്മൾ അഡൽറ്റിനെ വിട്ട് നമ്മൾ കുട്ടീനെയാണ് ചെയ്യണേ. അതുകൊണ്ടാണ് ഞാൻ സൈക്കിക് ഡെവലപ്മെന്റ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. നിങ്ങൾ ഒബ്സർവേഷൻ എഴുതുമ്പോ ആ സൈക്കിക് ഡെവലപ്മെന്റ് എഴുതിയിട്ട് അതിനെ കുറിച്ച് എഴുതിയാലും മതി. ഓരോ പോയിന്റും ഉണ്ടായാൽ മതി. അതാണ് സൈക്കിക് ഡെവലപ്മെന്റ് ഫസ്റ്റ് പോയിന്റിൽ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. സെക്കൻഡ് പോയിന്റിൽ കുട്ടിയുടെ വർക്ക്. കുട്ടി എങ്ങനെയാണ് വർക്ക് ചെയ്യണേ? അവന് ഡെവലപ്പ് ചെയ്യണത്. കുട്ടിയുടെ വർക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യണേ? കോൺസെൻട്രേഷൻ, ഏകാഗ്രതയോടുകൂടി കോൺസെൻട്രേഷൻ ചെയ്ത്. മോട്ടോർ ഡെവലപ്മെന്റ്. മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോ എന്താ? ഒരു ആക്ടിവിറ്റി, സ്കിൽസ് ഉണ്ട്. കുട്ടിക്ക് ഒരുപാട് സ്കിൽസുകൾ ഉണ്ടാവും. ആരുടെ എന്താ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് മോട്ടർ എങ്ങനെ? നമ്മളിപ്പോ ഫാനിന്റെ മോട്ടർ, ഫാൻ കറങ്ങണമെങ്കിൽ ആ ഫാനിന്റെ ശരിക്കും കറങ്ങണത് ലീഫാണോ? ലീഫ് കറങ്ങും, പക്ഷെ അതിന്റെ ഒരു മോട്ടർ ഉണ്ട് അല്ലെ? ആ മോട്ടർ ഇങ്ങനെ കറങ്ങുമ്പോഴല്ലേ ലീഫ് കറങ്ങണത്. മോട്ടറിന്റെ വർക്ക് കൊണ്ടാണ് ലീഫ് കറങ്ങണത്. അപ്പൊ ഇവിടെ ലീഫ് നമ്മൾ എന്ത് ചെയ്യും? ആ ലീഫാണ് കറങ്ങണേന്ന് വിചാരിച്ച് ഇമ്പോർട്ടന്റ് ലീഫിന് കൊടുക്കോ? ഇല്ല. അവിടെ പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്. അതാരാ? അതിന്റെ ഒരു മോട്ടർ ഉണ്ട്. ആ ഫാനിന്റെ മോട്ടർ, അതാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആ ലീഫ് കറങ്ങണത് അല്ലേ? അതുപോലെ തന്നെ കുട്ടിക്ക് എന്താ? കുട്ടിക്ക് മോട്ടോർ ഡെവലപ്മെന്റ്. ആ കുട്ടി സ്വയം ഹിസ് ഓൺ ക്രിയേഷൻ. ഓക്കെ, അതാണ് പറയുന്നത്. പരപ്രേരണ കൂടാതെ, ആരുടെ പ്രേരണ കൂടാതെ സ്വയം ഡെവലപ്പ് ചെയ്യണത്, ബ്രെയിൻ ഡെവലപ്പ്. അതാണ് കുട്ടിയുടെ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആരുടെ പ്രേരണ കൂടാതെ സ്വയം അവൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഫൈൻ മോട്ടോർ സ്കിൽസ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവൻ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്തിട്ടോ. കുട്ടിയുടെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറയുമ്പോൾ അതിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. കുട്ടിയുടെ കാര്യങ്ങൾ, കുട്ടി ഡെവലപ്പ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ, മോട്ടോർ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ വർക്ക് ഹാബിറ്റ് ആൻഡ് മോർ ഇമ്പോർട്ടന്റ്ലി വർക്ക് ഹാർഡ് എന്ന് വെച്ചാൽ എന്താ? വർക്ക് ഹാബിറ്റ്. അവൻ എന്തെങ്കിലും ജോലിശീലം എന്ന് വെച്ചാൽ കുട്ടികൾ അവനെന്തെങ്കിലും ഹാബിറ്റ്. കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും കുപ്പിയെടുത്ത് വെള്ളത്തിലൊക്കെ എടുത്ത് പാത്രം കഴുകണ കാണുമ്പോഴാ, കുപ്പി കഴുകണ കാണുമ്പോഴൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ അവരെന്താ? നമ്മളെടുത്ത് ഓടി വന്നിട്ട് ഒരു കുപ്പി എടുത്തു തന്നെ അതിൽ വെള്ളം എടുത്ത് കളിച്ച് വെള്ളം നിറച്ച് വെക്കും. അപ്പൊ അവന് അതൊരു ഹാബിറ്റ് ആവും, അതൊരു ശീലമാണ് അവന്. നമ്മൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ അവനതിൽ ഒരു മടി ഉണ്ടാവില്ല എന്ത് ചെയ്യാൻ. ചെറുതിലേ മുതൽ അവൻ അങ്ങനത്തെ ഒരു ഹാബിറ്റ് വരുന്നത്. പിന്നെ മോർ ഇമ്പോർട്ടന്റ് എന്താ വെച്ചാൽ എന്താ? ഏറ്റവും പ്രധാനമായിട്ട് അവന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണത് എന്താ? അതെന്താ? മോർ ഇമ്പോർട്ടന്റ് ഹിസ് സെൽഫ് കൺസെപ്റ്റ്. അതാണ് പ്രധാനപ്പെട്ടത്. മോർ ഇമ്പോർട്ടന്റ് എന്താ? സെൽഫ് കൺസെപ്റ്റ്. സ്വയം ആശയം. അവന് സെൽഫ് കൺസെപ്റ്റ്, സ്വന്തമായിട്ട് ആശയം ഉണ്ടാക്കാം. ഞാൻ പറയണത് അങ്ങനെ തന്നെ പഠിക്കില്ല. സ്വന്തമായിട്ട് ആശയം ഉണ്ടാക്കാം. എന്റെ ആശയവും അവന്റെ ആശയവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ? അവൻ സ്വയം ഉണ്ടാക്കിയ ആശയം. ഞാൻ തന്നെ പഠിച്ച് എന്റേതായ രീതിയിൽ എല്ലായിടത്തുനിന്നൊക്കെ കോപ്പി എടുത്തുനിന്ന് പഠിച്ച ആശയം, അതെന്റെ ആശയമല്ല. സ്വന്തമായിട്ട് ആശയം ഉണ്ടാക്കുക, ഹിസ് സെൽഫ് കൺസെപ്റ്റ്. അപ്പൊ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാക്കുകൾ ഓർക്കുക. കുട്ടികളുടെ കാര്യം, കുട്ടി എങ്ങനെയാണ് വർക്ക് ചെയ്യണത്? കോൺസെൻട്രേഷൻ, മോട്ടോർ ഡെവലപ്മെന്റ്, വർക്ക് ഹാബിറ്റ് ആൻഡ് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് സെൽഫ് കൺസെപ്റ്റ്. സ്വന്തമായിട്ട് ആശയങ്ങൾ ഉണ്ടാക്കാം, ആശയങ്ങളെ വികസിപ്പിച്ചെടുക്കാം. ഓക്കെ, അണ്ടർലൈൻ ചെയ്തിട്ടാ. അപ്പൊ ഫസ്റ്റ് പോയിന്റിൽ മെയിൻ കാര്യം പറയാൻ എന്താ? അഡൽറ്റിനെ നമ്മൾ ഈ ബെഞ്ചിൽ എത്തിയിട്ടുണ്ട്, ചൈൽഡിനെ എത്തിയിട്ടുണ്ട്. അഡൽറ്റിനെ അവിടെ ഇരുന്നോട്ടെ. ചൈൽഡിന്റെ കാര്യം നമ്മൾ പറയാൻ. അപ്പൊ ചൈൽഡിന് സൈക്കിക് ഡെവലപ്മെന്റ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റിൽ എന്താ? അഡൽറ്റിന്റെ വളർച്ച കഴിഞ്ഞ് അവിടെ ഇരിക്കുക. കുട്ടി പിന്നെയും വളരെയാണ്, പരിസ്ഥിതിനെ കണ്ട് കുട്ടി വളരാൻ പോവുകയാണ്. അപ്പൊ അവൻ എന്ത് ചെയ്യണ്? അവൻ ഹാർഡ് വർക്ക് ചെയ്യേ. വർക്ക് എങ്ങനെ ചെയ്യണേ? സ്വന്തമായിട്ട് ഡെവലപ്പ്. അവൻ കോൺസെൻട്രേഷൻ ചെയ്യുക, ഏകാഗ്രത. പരിസ്ഥിതിയിലോട്ട് ഇറങ്ങി അവൻ ഏകാഗ്രതയോടുകൂടി കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട്, മോട്ടോർ ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട്, വർക്ക് ഹാബിറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ സെൽഫ് കൺസെപ്റ്റ്. ഇത്രയും കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തിടാം. രണ്ടാമത്തെ പോയിന്റിൽ അത്രേ ഉള്ളൂ. മൂന്നാമത് എന്താ? ഒരാളുടെ വായിച്ചേ. ആരാ മൂന്നാമത്തെ വായിക്കാൻ? ഞാനോണം. മൂന്നാമത്തെ ഒരാൾ വായിക്കൂ.
ഞാൻ വായിക്കാം മാം. ഓക്കെ ആരാ മാം? ആരാ വായിക്കണേ? ആരാ വായിക്കാൻ പറഞ്ഞേ? ഞാൻ ജസ്ല. ജസ്റ്റ് വായിക്കേ. The child is more interested in the process of work while the adult is more interested in results. Results. എന്താണ്? The child is more interested in the process. കുട്ടി ഇൻട്രസ്റ്റ് അവരുടെ പ്രോസസ്സിൽ കാണിക്കും, അവരുടെ വർക്കിന്റെ ഓരോ പ്രോസസ്സിൽ കാണിക്കുമ്പോൾ while the adult is more interested in results. അഡൽറ്റ് എന്തായിരിക്കും? ഇപ്പൊ സാധാരണ ലെവലില് ഒരു അഡൽറ്റ് വളർന്നു വന്നു, സാധാരണ അന്തരീക്ഷത്തിൽ നിന്ന് സാധാരണ ചുറ്റുപാടിൽ നിന്ന് ഒരു അഡൽറ്റ് വന്നു. അത് അവൻ ചൈൽഡിൽ ഒന്നും കണ്ടിട്ടില്ല. ചൈൽഡിൽ അവൻ എന്താ കണ്ടേക്കണേ? പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും നീ അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, അത് തൊടരുത്, ഇത് തൊടരുത്, അങ്ങോട്ട് പോകരുത്, മണ്ണിലിറങ്ങരുത്, അങ്ങനെ വളർത്തി അവൻ ഒരു അഡൽറ്റായി. ആ അഡൽറ്റിന്റെ കൺസെപ്റ്റ് അഡൽറ്റ് പിന്നെന്താ? ഇൻട്രസ്റ്റ്. അവന് ഓരോ റിസൾട്ട്, അവന്റെ റിസൾട്ടിലായിരിക്കും അവന്റെ റിസൾട്ടിൽ കൂടുതൽ താല്പര്യം കാണിക്കുമ്പോൾ അവൻ വിചാരിക്കുന്നത് എന്താ? അവൻ സ്വന്തമായിട്ട് ചെറുപ്പം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവൻ അതിന് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം എന്താ? ഇതുവരെ അവൻ മറ്റുള്ളവരുടെ കീഴില്, പാരന്റ്സിന്റെ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ ഫാമിലിയുടെ ഒരു കീഴിലാണ്, ഇഷ്ടം ചെയ്താണ് ഇത്രയും നാൾ അവൻ ഉണ്ടായിരുന്നത് അല്ലെ? പക്ഷെ അവൻ എന്തെങ്കിലും ഒരു സ്വന്തമായിട്ട് നേടിയ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവൻ അതിലായിരിക്കും അവന്റെ മുഴുവൻ ഫോക്കസും. പക്ഷെ കുട്ടി എന്തായിരിക്കും? കുട്ടി കൂടുതലും ഫോക്കസ് എന്താ? ചൈൽഡ് ഈസ് മോർ ഇൻട്രസ്റ്റഡ്. അവൻ പ്രോസസ് ഓഫ് വർക്ക്, അവൻ ചെയ്ത വർക്കിന്റെ ആ പ്രവർത്തനത്തിലായിരിക്കും അവന്. റിസൾട്ട് എന്തായിക്കോട്ടെ, റിസൾട്ട് അതിന് കിട്ടിയാലും കിട്ടില്ലെങ്കിലും അവൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്തിലായിരിക്കും അവൻ ചെയ്ത വർക്കില്, അവൻ ചെയ്ത ആ ഒരു പ്രോസസ്സിൽ. പക്ഷെ അഡൽറ്റ് എന്താ? അഡൽറ്റ് ചെയ്ത വർക്കിൽ അവന് സന്തോഷം ഉണ്ടാവില്ല, അതിലൊന്നും അവനെ കോൺസെൻട്രേഷൻ ചെയ്യില്ല. അവൻ ഏറ്റവും കൂടുതൽ എന്താ? ഇതിനെന്ത് റിസൾട്ട് കിട്ടി അല്ലെ? സാധാരണ ലെവലിൽ വളർന്ന ഒരു കുട്ടി എന്താ? ഇതിന് റിസൾട്ട് കിട്ടി, എനിക്ക് ഫസ്റ്റ് ആവണം, ഞാൻ ഫസ്റ്റ് ആയോ, അതിലാണ് ആ കുട്ടി ഫോക്കസ് ചെയ്യുന്നത് അഡൽറ്റ്. പക്ഷെ കുട്ടി എന്താ? ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും എനിക്കൊരു പ്രശ്നമില്ല, എനിക്കെന്താ? ഞാൻ ചെയ്ത വർക്ക് അതിൽ ഞാൻ സാറ്റിസ്ഫാക്ഷൻ ആണോ, ഞാൻ ചെയ്ത വർക്കില്ല ഒരു ഇതില് അതിലെനിക്ക് താല്പര്യമുണ്ട്, അങ്ങനെയാണ് കുട്ടി ചിന്തിക്കുന്നത്. അതാണ് കുട്ടി അഡൽറ്റ് തമ്മിലുള്ള വ്യത്യാസം. The child is more interested in the process of work while the adult is more interested in results. ഇതിൽ കിട്ടിയ വർക്കിന്റെ റിസൾട്ടിലാണ് അഡൽറ്റ് ഫോക്കസ് ചെയ്യണമെങ്കിൽ കുട്ടി എന്തിനാണ് ഫോക്കസ് ചെയ്യണേ? കുട്ടി ചെയ്ത പ്രവർത്തനത്തിൽ. മനസ്സിലായ? ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഓക്കെ ആണോ? ഇൻപുട്ട് ആണ്. ഓക്കെ, കറക്റ്റ്. അതന്നെ ഔട്ട്പുട്ട് കുട്ടി നോക്കണത് കറക്റ്റ് അങ്ങനെയാണ്. നമ്മള് ചെയ്ത റിസൾട്ടിൽ ഇപ്പൊ നമ്മളെന്താ? നമ്മൾ ഓരോരുത്തരും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മളെന്തായിരിക്കും? നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്ത പ്രവൃത്തിയിൽ നമ്മൾ പ്രവൃത്തിയുടെ ഞാൻ ഇത്രയും അത് ചെയ്തല്ല, എനിക്ക് കിട്ടിയില്ലല്ലോ, ഫസ്റ്റ് കിട്ടിയില്ലല്ലോ, സെക്കൻഡ് കിട്ടിയില്ലല്ലോ എന്നല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ. ഓക്കെ, നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുള്ളൂ. നമ്മളെന്താ? നമുക്ക് ആ റിസൾട്ടിൽ നമ്മൾ അതുവരെ നമ്മൾ എന്താ എഫേർട്ട് എടുത്ത് അത് ചെയ്യില്ല. പക്ഷെ കുട്ടി എന്താ? കുട്ടിക്ക് അവിടെ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും സെക്കൻഡ് കിട്ടിയില്ലെങ്കിലും കുട്ടി എന്താ ചിന്തിക്കുക? ഞാൻ എന്തായാലും ഇത്ര എഫേർട്ട് എടുത്ത്, എന്നെ കൊണ്ട് അത് കഴിഞ്ഞല്ല, ഞാൻ എങ്ങനെ എഫേർട്ട് എടുത്ത് എന്നെ കൊണ്ട്, അപ്പൊ അതിൽ അഭിമാനിക്കും. അതിലാണ് ആ കുട്ടിയുടെ താല്പര്യം. നമ്മൾ അങ്ങനെ ആവണം. ഓക്കെ, അല്ലാണ്ട് റിസൾട്ടില് ഫസ്റ്റ് ആവണം, എനിക്ക് എല്ലാവരെക്കാളും ഞാനാണ് ഇതിന്റെ, അങ്ങനല്ല. താനെ അതൊക്കെ ഉണ്ടായിക്കോളും. ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ സ്വന്തമായിട്ട് ഇപ്പൊ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട്, അതൊക്കെ അവർക്ക് ഈ പാരഗ്രാഫ് മനസ്സിലായി എന്നുള്ളതിന്റെ ഇതാണ് അവർ സ്വന്തമായിട്ട് ഓരോ വേർഡ്സ് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കമന്റ് ഒരുപാട് പേര് ഇട്ടേർന്ന് നിങ്ങളുടേതായ ഒരു ഇതാണ് ഇട്ടത്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ പോയിന്റ് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ചൈൽഡ് ഇപ്പൊ ഇതില് കമ്പയർ ചെയ്യാം, അഡൽറ്റിനെയും ചൈൽഡിനെയും കമ്പയർ ചെയ്താൽ എഴുതാൻ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. എഴുതണമെന്നല്ല ഞാൻ പറഞ്ഞെന്നുള്ളൂ. ചൈൽഡ് ഇൻട്രസ്റ്റഡ് അവരുടെ പ്രോസസ് വർക്കില്, അത് അണ്ടർലൈൻ ചെയ്തിട്ടോ. ചൈൽഡ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രോസസ് വർക്ക്, പ്രോസസ് വർക്ക് അണ്ടർലൈൻ ചെയ്യാം.
അഡൽറ്റിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ചെയ്യാം. അഡൽറ്റിന്റെ വേണ്ട, അഡൽറ്റിന്റെ ചോദിക്കില്ല, നമ്മൾ കുട്ടികളെ കുറിച്ചാണ് പഠിക്കണേ. അപ്പൊ ചൈൽഡിന്റെ എന്താ പ്രോസസ് ഓഫ് വർക്ക്, അത് അണ്ടർലൈൻ ചെയ്തിടാം, അത്രേ ഉള്ളൂ. മൂന്നാമത്തേൽ ഒരു ചെറിയ പോയിന്റ് ആണ് പ്രോസസ് ഓഫ് വർക്ക്. കുട്ടിയുടെ മെയിൻ കാര്യം എന്താ, അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ. നെക്സ്റ്റ് 4ാമത്തെ പോയിന്റ് ഒരാളൊന്ന് വായിച്ചേ. 4ാമത്തെ പോയിന്റ് ആരാ വായിക്കാം? ആരാ പറഞ്ഞത്? 2-3 പേര് പറഞ്ഞു. ആരാ ഫസ്റ്റ്? ആരെങ്കിലും വായിക്കും ഒരാൾ, നമ്മളെല്ലാവരും കൊണ്ട് വായിപ്പിക്കും. Okay. The child follows the law of maximum effort. To grow, he must do it himself and no one can do it for him. In fact, every assistance give him to a child arrested development. Okay. നോക്കാം നമുക്ക് 4ാമത്തെ പോയിന്റ് എന്താണ്. The child follow of law of maximum effort. കുട്ടി എങ്ങനെ ഫോളോ ചെയ്യണേ? കുട്ടി പരമാവധി എഫേർട്ട് എടുക്കണ്ടേ, മാക്സിമം എഫേർട്ട് എടുക്കണ്ടേ. എന്തിനു വേണ്ടിട്ടാ? ടു ഗ്രോ, വളരാൻ. He must do it himself and no one can do it for him. എന്താ, അവന്റെ കാര്യത്തിന് വേണ്ടി അവൻ ഒരുപാട് എഫേർട്ട് എടുക്കും, പക്ഷെ അത് പിന്തുടരാനായിട്ട് കുറവാണ്, അല്ലെ? അല്ല, ഇവിടെ പറയുന്നത് he must do it, അവൻ നല്ലോണം ഇത് ചെയ്യും, പക്ഷെ no can do it, പക്ഷെ അവനത് പിന്തുടരാൻ, അവൻ അതിലേക്ക് എത്താൻ കഴിയില്ല. കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യും? താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ഇവൻ ചില കുട്ടികൾ എന്താ ഓരോന്നും കുപ്പിയെടുത്ത് കുപ്പിനുള്ളിൽ കൈയിട്ട് അതിന്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ എടുക്കാൻ നോക്കും. നമ്മളെന്താ, കുപ്പി പൊട്ടും, കയ്യിലിരുന്ന് കുപ്പിച്ചില് വേറും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് കുപ്പിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അത് മാറ്റി വെക്കും. പക്ഷെ കുട്ടി എന്താ വിചാരിച്ചേക്കണേ, ഈ കുപ്പി കൈയിട്ട് ഇപ്പൊ ഒരു പ്രാവശ്യം കൈയിട്ട് അത് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവൻ പരിശ്രമിച്ച് അത് എടുക്കൂ. പക്ഷെ അത് നമ്മൾ അതിന്റെ ഒപ്പത്തിന് എത്തിക്കില്ല. അപ്പോഴേക്കും പോയി നമ്മൾ എന്ത് ചെയ്യും? അവനെ അതിന് പിന്തുടരിപ്പിക്കും, അല്ലെ? അപ്പൊ അവൻ സ്വന്തമായിട്ട് വളരാൻ, ടു ഗ്രോ, വളരാൻ ഹി മസ്റ്റ് ഡു ഇറ്റ്, അവൻ പരമാവധി ചെയ്യുന്നുണ്ട്. അവന് വളരാനായിട്ട് അവൻ അതിന്റെ കാര്യങ്ങൾക്ക് എത്താനായിട്ട് അവൻ പരമാവധി ചെയ്യും. പക്ഷെ അതിനു വേണ്ടിയിട്ട് അവന് എന്ത് ചെയ്യാൻ പറ്റില്ല? പിന്തുടരാൻ, അവനത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. മിക്ക കുട്ടികളും നമ്മളുടെ ഇതിൽ തന്നെ എടുക്കാം, നമ്മളത് പാരന്റ്സ് ചുറ്റുപാടും അവനെ സമ്മതിക്കില്ല. പക്ഷെ ഇൻഫാക്ട് എവരി അസിസ്റ്റൻസ് ഗിവൺ ടു എ ചൈൽഡ് അറസ്റ്റഡ് ഡെവലപ്മെന്റ്. എന്താ, അവന് വേണ്ടിയിട്ട് ആർക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവൻ സ്വയം ചെയ്യണം, അല്ലെ? അവൻ സ്വയം ഇപ്പൊ ഒരു കുപ്പിയുടെ ഉള്ളിൽ കൈയിട്ട് കഴിഞ്ഞിട്ട് അവനത് കിട്ടണില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊട്ടണ കുപ്പിയാണ്. നമ്മള് ഇടിച്ച് ഒളിച്ച് കരച്ചിലായി ബഹളായി ആ കുപ്പിയുടെ ഉള്ളിൽ നിന്ന് കുപ്പി പൊട്ടി കയ്യിലിരിക്കോ എന്ന് കുറച്ച് സമയം കൂടി കൊടുത്ത് അവനെ നമ്മള് പോട്ടെ, കുഴപ്പമില്ല, അവനെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ ആ കുട്ടീനെ നമ്മള് ധൈര്യം കൊടുക്കാം. നീ എങ്ങനെയാണ് ഇട്ടത്, പതുക്കെ അതുപോലെ നോക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവന് ധൈര്യം കൊടുത്താ അവന്റെ മനസ്സിലെന്താ, ഞാനിതിൽ ഇട്ടേന് എന്നെ ആരും ചീത്ത പറയണില്ല, ഇതൊരു കുഴപ്പമില്ല, ഇത് ഞാൻ അങ്ങനെ എടുത്ത് അവൻ സ്വയം തന്നെ, അവൻ ഇട്ടവരെ അവൻ തന്നെ സ്വയം പരിഹരിക്കാൻ അവന് കഴിയണം. അത്രയും ആക്കിയെടുക്കണം അവനെ, അല്ലെ? അപ്പോഴേക്കും നമ്മള് ഒച്ചപ്പാട് നിലവിലേക്കിട്ട് കുട്ടിയും പേടിച്ചു പോകുമ്പോ പിന്നെ കുട്ടിയും കരഞ്ഞു, അങ്ങനെ ആകെ ഒരു ഇഷ്യൂ ആവും. അപ്പൊ അങ്ങനെ സ്വയം അവന് വേണ്ടിയിട്ട് അവൻ അത് ചെയ്യാൻ നമുക്ക് പറ്റില്ല, അവന് അത് സ്വയം ചെയ്യാൻ കഴിയണം. വാസ്തവത്തിൽ ഒരു ഒബ്സർവേഷൻ നൽകണം. ഓക്കെ, വാസ്തവത്തിൽ ഒരു കുട്ടിക്ക് നൽകുന്ന എല്ലാ സഹായവും അവന്റെ വളർച്ചയെ നമ്മൾ അറസ്റ്റ് ചെയ്യണം, മൂലടിപ്പിക്കണം, അല്ലെ? അതാണ് ഇൻ എവരി അസിസ്റ്റന്റ് ഗിവൺ ടു എ ചൈൽഡ്. നമ്മൾ ഒരു കുട്ടിക്ക് എന്ത് അസിസ്റ്റന്റ് ചെയ്താലും എന്ത് സഹായം ചെയ്താലും അറസ്റ്റഡ് ഡെവലപ്മെന്റ് അവന്റെ എന്തിനെ അവന്റെ വളർച്ചയെ നമുക്ക് ഉരുടിച്ചു കളയേ. അവന് നമ്മൾ സഹായം ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ അവനെ പോയി ഡിപ്പെൻഡ് സഹായിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അവന്റെ ബുദ്ധി അവിടെ ചെയ്യാൻ പറ്റാത്തത്. അവൻ സ്വയം ചെയ്യണം. അതാണ് ഇതിൽ ലാസ്റ്റ് പറഞ്ഞത്. ഇൻഫാക്ട് എവരി നമ്മൾ അപ്രിസിയേറ്റ് ചെയ്യണം. മോട്ടിവേഷൻ. അവന് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അവന്റെ കൂടെ നിൽക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അല്ലാതെ അത് തൊടരുത് ഇത് തൊടരുത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അവനെ പേടിപ്പിച്ച് ആകെ ഒരു ഇതാക്കരുത്. എവരി അസിസ്റ്റന്റ് നമ്മൾ എന്ത് സഹായിച്ചാലും അവന് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് അവനെ ഹെൽപ്പ് ചെയ്തു. പക്ഷെ അവനത് നല്ലതാവൂല. അവന്റെ കഴിവ് അവിടെ മുരടിച്ചു പോവുകയാണ്. നമ്മൾ അവനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവൻ ശ്രമിക്കാന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ അവനെ പോയി ഹെൽപ്പ് ചെയ്തത്. നമ്മൾ അവനെ പോയി ഹെൽപ്പ് ചെയ്യുമ്പോ അവന്റെ മനസ്സിലുള്ള ആ ഒരു ബുദ്ധി എന്ത് ചെയ്യും, അത് താഴ്ന്നു കളയും. ജസ്റ്റ് സപ്പോർട്ട് ആയിട്ട് മോട്ടിവേറ്റ് ചെയ്യും.
അപ്പൊ അറസ്റ്റഡ് ഡെവലപ്മെന്റ്, അവരെ വളർച്ചയെ നമ്മള് തടഞ്ഞുകയാണ് ചെയ്യണത്. ഓക്കെ, അവന്റെ കൂടെ നിൽക്കുക, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുക. ഒരു കുട്ടിക്ക് നമ്മൾ എന്ത് സഹായം ചെയ്താലും ആ കുട്ടിയുടെ വളർച്ചയെ നമ്മൾ അറസ്റ്റഡ് ആക്കും, തടയും. ഓക്കെ, അതാണ് 4ാമത്തെ പോയിന്റ് പറയുന്നത്. സപ്പോർട്ട് ഹിം ടു ഹിംസെൽഫ്. ഓക്കെ, സപ്പോർട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് പോയിന്റ് കൂടി നോക്കാം, അല്ലെങ്കിൽ ടൈം ഉണ്ടാവില്ല. ലാസ്റ്റ് ചെറുതാണ്, ഒന്നുമില്ല. ലാസ്റ്റ് ഒരു ആക്ടിവിറ്റീസിനെ പറഞ്ഞിട്ടുള്ളൂ. ഒരാൾ വായിച്ചു, ആരാ വായിക്കുന്നത്? ലാസ്റ്റ് പോയിന്റ് ഇതിൽ ഇമ്പോർട്ടൻസ് എന്തെങ്കിലും അടയാളപ്പെടുത്തണോ മാം? ഇതിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. അങ്ങനെ നമ്മൾ സഹായിക്കരുത് ഒരു കുട്ടീനെ. ഇൻഫാക്ട് എവരി അസിസ്റ്റന്റ് എന്ന് പറയണില്ല, അതിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയാനൊന്നുമില്ല. നിങ്ങൾ അത് വായിച്ച് നിങ്ങളുടേതായ രീതിയിൽ എഴുതിയാൽ മതി. 4ാമത്തെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവൻ നല്ലോണം എഫേർട്ട് എടുക്കും. കുട്ടി എഫേർട്ട് എടുത്ത് ആ കുപ്പിയിൽ കൈ ഊരിയെടുക്കാൻ വേണ്ടി എഫേർട്ട് ഒക്കെ എടുത്ത് കുട്ടി അതിന്റെ ആ ഒരു റിസൾട്ട് കിട്ടാനായി നിൽക്കുമ്പോഴായിരിക്കും പാരന്റ്സ് അത് ചെല്ലണത്. എന്ത് ചെയ്യും? പാരന്റ്സ് പോയി ആ കുച്ചിയുടെ കൈയൊക്കെ പിടിച്ച് വലിച്ച് അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി അല്ലേ? പക്ഷെ അവിടെ നിൽക്കുന്നത് എന്താ? കുട്ടി എഫേർട്ട് ഒക്കെ എടുത്ത് വിജയിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പാരന്റ്സ് സഹായിക്കുമ്പോ ആ കുട്ടിയുടെ ആ ഒരു എഫേർട്ടിന് ഫലമില്ലാണ്ടാവില്ലേ? അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, 5ാമത്തെ പോയിന്റ് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് എല്ലാവരും ഇത് മനസ്സിലാക്കി ഇതേപോലെ ഒരു രീതിയിൽ പറഞ്ഞു തരും. തരട്ടെ? ഓക്കെ മാം. ചെയ്യണ്ട, നിങ്ങളത് മനസ്സിലാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ 5ാമത്തെ പോയിന്റ്. ഓക്കെ ഓക്കെ, സ്വന്തം. ഓക്കെ, എന്നിട്ട് നമുക്ക് ബെനിഫിറ്റ് ചെയ്യാം. Thank you, ma'am. ഓക്കെ, വെൽക്കം വെൽക്കം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം. വെൽക്കം. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം. ചോദിച്ചോ, ആരാ ചോദിക്കട്ടെ? ചോദിച്ചോ. ഇത് നമ്മളിപ്പോ മാം പറഞ്ഞത് ഒരു മീനിങ് ആണോ 5ാമത്തെ പോയിന്റ് പറയേണ്ടത്? അങ്ങനെ മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്താണോ മനസ്സിലായത് അതാണ് പറയേണ്ടത്. നിങ്ങൾ 5ാമത്തെ പോയിന്റ് വായിച്ചിട്ട് ഇപ്പൊ ഞാൻ 4 പോയിന്റ് പറഞ്ഞു. കുട്ടീനെ അഡൽറ്റിനെ കമ്പയർ ചെയ്ത് 4 പോയിന്റ് പറഞ്ഞു. 5ാമത്തെ പോയിന്റിൽ നിങ്ങൾക്ക് മനസ്സിലായത് ഇതേപോലെ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായിട്ട് പറയണം. ഓക്കെ ഓക്കെ മാം. താങ്ക് യു. താങ്ക് യു മാം. ലീവ് ചെയ്തോട്ടെ? ലീവ് ചെയ്തു. ഓക്കെ ഓക്കെ.